രാഹുൽ ഗാന്ധി അങ്ങനെ ജൻസികളുടെ പ്രിയങ്കരനായി മാറുകയാണ്. വിദ്യാർത്ഥികളെ കയ്യിലെടുക്കാനായി പ്രത്യേക തന്ത്രങ്ങളൊന്നുമല്ല വേണ്ടത്, മറിച്ച് അവർക്കൊപ്പം നിൽക്കുകയെന്ന അടിസ്ഥാനമായ കാര്യം ചെയ്യുകയേ വേണ്ടൂ എന്ന് രാജ്യത്തോട് വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ തലയെടുപ്പുള്ള നേതാവായ രാഹുൽ. ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ തുടക്കം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയായിരുന്നു. കൃത്യമായ രീതിയിൽ പ്രതിഷേധങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും രാഹുൽ അത് പ്രകടിപ്പിച്ചു. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രൂപീകരണവും പിന്നാലെ അവർ ആ പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ ദേശീയ ശ്രദ്ധ അവിടേക്ക് മാറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കി ആ സമരം വിജയം നേടുകയും ചെയ്തു. അന്നൊക്കെ രാഹുലിനെതിരെ ഉയർന്ന വിമർശനം ആ സമരം ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ അതിന് വലിയ പിന്തുണ കൊടുത്തില്ല എന്നൊക്കെയായിരുന്നു. ആ വിമർശനങ്ങളെയെല്ലാം തൂത്തെറിയാൻ രാഹുലിന് അധിക നാൾ വേണ്ടി വന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ സംസ്ഥാന തലങ്ങളിൽ ഛാത്രോം കി ഗൂഞ്ച് എന്ന സംവാദ പരിപാടിയുമായി രാഹുൽ ഇറങ്ങിത്തിരിച്ചിരുന്നു. അതിനോടകം പല സംസ്ഥാനങ്ങളിലും ആ പരിപാടി നടക്കുകയും ചെയ്തു. ജൂലൈ 20-ന് CJP നടത്തിയ സൻസദൻ ചലോ മാർച്ച്, അതായത് പാർലമെന്റ് മാർച്ചിന് നേരെയുണ്ടായ കിരാതമായ പോലീസ് നടപടിക്കെതിരെ തൊട്ടടുത്ത ദിവസം പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച രാഹുൽ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മന്ത്രിയുടെ രാജിയോടെ CJPയുടെ ആ പോരാട്ടം അവസാനിച്ചപ്പോൾ രാഹുൽ പക്ഷേ അവിടെ നിന്ന് തുടങ്ങുകയാണ് ചെയ്തത്. സമരത്തിൽ പരിക്കേറ്റവർക്ക് നീതിക്കായുള്ള പോരാട്ടം രാഹുൽ തുടർന്നു. ഒപ്പം ഛാത്രോം കി ഗൂഞ്ച് വേദികളിൽ വിദ്യാർത്ഥികൾക്ക് ആവേശം തീർത്തും രാഹുൽ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടന്ന സംവാദ പരിപാടിയും വൻ വിജയമായി മാറുന്നതാണ് കണ്ടത്. പരിപാടി തടസ്സപ്പെടുത്താൻ BJP തീർക്കുന്ന പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് ഓരോ സംസ്ഥാനങ്ങളിലും രാഹുൽ നീങ്ങുന്നത്. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ പരിപാടിക്ക് അനുമതി നൽകാൻ തയ്യാറാകുന്നില്ല. ഇനി അനുമതി നൽകിയാൽ തന്നെ പലതരത്തിലുള്ള നിബന്ധനകൾ അംഗീകരിച്ച് വേണം ആ പരിപാടി നടത്താൻ. പൂനെയിൽ ഇന്നലത്തെ പരിപാടിക്ക് പൂനെയിലെ പോലീസ് ഏതാണ്ട് 30ഓളം കർശന നിബന്ധനകളോടെയാണ് അനുമതി നൽകിയത്. ആ നിബന്ധനകളൊക്കെ കണ്ടാൽ പരിപാടി നടത്താൻ വേണ്ടിയല്ല, അത് ആ നിബന്ധനകൾ കണ്ട് ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിയാണോ എന്ന് പോലും തോന്നിപ്പോകും. മറ്റു പല സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡ് പോലെയുള്ള, അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലെയുള്ള, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആ രീതിയിലുള്ള BJP ഭരണകൂടങ്ങളുടെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും അത്തരം നിബന്ധനകളൊന്നും രാഹുലിന്റെ നിശ്ചയദാർഢ്യത്തെ തളർത്തുന്നതല്ല, മറിച്ച് കൂടുതൽ കരുത്താക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണേണ്ടി വരും. പൂനെയിൽ അക്ഷരാർത്ഥത്തിൽ ഇന്നലെ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ചും വനിതകളെ കയ്യിലെടുക്കുകയാണ് രാഹുൽ ചെയ്തത്. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചായിരുന്നു രാഹുൽ ഇന്നലത്തെ ആ പരിപാടിയിൽ കൂടുതലും സംസാരിച്ചത്. വേദിയിലേക്ക് എത്തിയത് തന്നെ ഗേൾ പവർ എന്ന ഒരു ബാഡ്ജ് ധരിച്ചായിരുന്നു. സ്ത്രീകൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം, പെൺകുട്ടികളുടെ മനസ്സിലെ ഭയം മാറ്റണം, പുരുഷ മേധാവിത്വം തകർത്തെറിയണം എന്നതാണ് തന്റെ സന്ദേശമെന്ന് രാഹുൽ അവിടെ കൂടിയിരിക്കുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥിനികളോടായി വ്യക്തമാക്കുന്നുണ്ട്. സംഘപരിവാർ തങ്ങളുടെ വേദപുസ്തകമായി കരുതുന്ന മനുസ്മൃതിയെ എടുത്ത് തോട്ടിലെറിഞ്ഞുകൊണ്ടായിരുന്നു RSSന്റെ തട്ടകമായ നാഗ്പൂർ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ രാഹുലിന്റെ ഒരു പ്രസംഗം നടന്നത്. മനുസ്മൃതിയിൽ പറയുന്നത് സ്ത്രീ ബാല്യത്തിൽ പിതാവിൻ്റെയും യൗവനത്തിൽ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൽ മക്കളുടെയും സംരക്ഷണയിൽ കഴിയണമെന്നാണ്. സ്ത്രീ ഒരിക്കലും സ്വതന്ത്രയാകരുത് എന്ന ആശയമാണ് മനുസ്മൃതി മുന്നോട്ട് വെക്കുന്നതെന്നും അത് ലജ്ജാകരമാണെന്നും തുറന്നടിക്കുന്നുണ്ട് രാഹുൽ. സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെയോ പിതാവിൻ്റെയോ മക്കളുടെയോ സ്വത്തല്ല, മറിച്ച് അവർ അവരുടേത് മാത്രമാണെന്ന് വിളിച്ചു പറയുകയാണ് രാഹുൽ ഇന്നലെ ചെയ്തത്. അത് RSSനുള്ള വ്യക്തമായ സന്ദേശം കൂടിയായിരുന്നു. പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ദിവസം നടത്തിയ സ്ത്രീകൾക്കെതിരായ പരാമർശത്തെയും രാഹുൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ജന്തർ മന്ദിറിലെ സമരത്തിനിടയിൽ പെൺകുട്ടികൾ മോശം പ്രസ്താവന നടത്തുന്നത് കേട്ട് തനിക്ക് സാംസ്കാരികമായ ഞെട്ടലുണ്ടായെന്നായിരുന്നു മോദി പറഞ്ഞത്. പെൺകുട്ടികൾ പറയുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര ഞെട്ടൽ എന്നാണ് രാഹുൽ തിരിച്ചു ചോദിക്കുന്നത്. ആൺകുട്ടികൾ അധിക്ഷേപിച്ചാൽ കുഴപ്പമില്ല, അത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമായി അങ്ങ് കരുതും. എന്നാൽ പെൺകുട്ടികൾ അതേ കാര്യം പറഞ്ഞാൽ സാംസ്കാരിക ഞെട്ടലാകുന്നു. ഇതെങ്ങനെ ശരിയാകും എന്നാണ് രാഹുൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എറിഞ്ഞിരിക്കുന്ന ചോദ്യം. നിറഞ്ഞ കയ്യടികളോടെയാണ് രാഹുലിന്റെ ഓരോ വാക്കുകളും സ്വീകരിക്കപ്പെട്ടത് എന്നതാണ് ഏറെ പ്രധാനം. വിദ്യാർത്ഥികൾക്കിടയിൽ രാഹുലിന് പൊടുന്നനെ ഉണ്ടായിരിക്കുന്ന ഈ സ്വീകാര്യത BJPയെ ശരിക്കും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ തടസ്സപ്പെടുത്താൻ BJP ഭരണകൂടങ്ങൾ നിരന്തരം ശ്രമിക്കുന്നത് എന്ന കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നു. അതെന്തായാലും രാഹുലിൽ വിദ്യാർത്ഥി സമൂഹം പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നത് സത്യമാണ്. തങ്ങളെ കേൾക്കാൻ, തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, അതിനുവേണ്ടി ശബ്ദിക്കാൻ കാത്തിരുന്ന ഒരാളെ കിട്ടിയ സന്തോഷം യുവതലമുറയിൽ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെ രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വലിയ വിജയമാണ്. കഴിഞ്ഞ ദിവസം CJP സമരത്തിനിടെ പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് നീതിക്കായി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത രാഹുലിനെ നമ്മൾ കണ്ടു. അവിടെയും രാഹുലിന് മുന്നിൽ അമിത്ഷായെ പോലൊരു ഭരണാധികാരിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അതൊക്കെയും രാഹുലിനെ ഇന്നത്തെ തലമുറയോട് ഏറെ ചേർത്ത് നിർത്തുന്നതിനുള്ള കാരണമായി മാറുന്നുണ്ട്. ജൻസികളെ കയ്യിലെടുക്കാൻ മറുവശത്ത് BJPയും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തിരക്കിലാണ്. അതായത് ഈ പറയുന്ന രാജ്യത്തിന്റെ ഭാവികളായ ജൻസികളെ ഒപ്പം നിർത്തേണ്ടതിന്റെ അനിവാര്യത പാർട്ടികൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ആ പോരാട്ടത്തിൽ രാഹുൽ ഒരു പിടി മുന്നിലാണെന്ന് തന്നെ കാണാം.